ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണു. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ഒന്നുമില്ല എന്ന് വിചാരിച്ചിരുന്നാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അല്ലേ? എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മൾ പറയും പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നല്ല കാര്യങ്ങൾ ആവണം എന്ന് മാത്രം. മോശമുള്ള കാര്യങ്ങളാവുമ്പോഴാണ് നമുക്ക് സങ്കടവും വിഷമവും ഒക്കെ വരിക. അല്ലാതെ നല്ല കാര്യങ്ങളായാൽ നമുക്ക് സന്തോഷം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. മറ്റ് നമുക്ക് സങ്കടമുള്ള കാര്യങ്ങളോ വിഷമമുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വല്ലാതെ വറീഡായി പോവും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ ഒക്കെ ഓരോ അവസ്ഥയിൽ കൂടെയൊക്കെ നമ്മൾ പോകും. അപ്പം അത്തരം കാര്യങ്ങളൊന്നല്ല, എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം. അതൊക്കെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ? എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. എന്തൊക്കെയാണ് വരിക, എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ പാചക പരിപാടികളൊക്കെ നോക്കട്ടെ. ഇന്നിപ്പോൾ രാവിലെ മഴയൊന്നും ഇല്ല, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പെയ്യോ പെയ്യില്ലോ ഒന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെയൊക്കെയല്ലേ ഓരോ ദിവസങ്ങളും കടന്നു പോകണത്. ആ ദിവസം എന്തൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. അപ്പം എന്താന്നുള്ളത് മാത്രമല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പം മഴയൊന്നുമില്ല, കുറേശ്ശെ വെയിൽ വരാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ടും കൂടെ ഉള്ള വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അപ്പോൾ മഴയാണോ വെയിലാണോ എന്നൊക്കെ പറയാം. പക്ഷെ ഇന്ന് ചാൻസ് കാണാനില്ല, കാരണം അന്തരീക്ഷമൊക്കെ നല്ല തെളിഞ്ഞിട്ടാണ് നിൽക്കുന്നത് മഴയ്ക്കുള്ള. പിന്നെ ഇപ്പോൾ മഴക്കാലമായില്ലേ, എപ്പോൾ മഴ പെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അങ്ങനെയൊക്കെ പോട്ടെ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് നമ്മുടെ പാചക പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ചായയും പലഹാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് സമയത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും അടുക്കളയിൽ കയറിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കറികളൊക്കെ വെക്കാൻ നോക്കാം. രാവിലെ പുട്ടും ചെറുപയറുമായിരുന്നു. അപ്പോൾ ഞാനത് കാണിക്കാം കേട്ടോ. ഞാൻ അപ്പം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. പുട്ടും ചെറുപയറുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ വേറെ വിശേഷം എന്ന് ചോദിച്ചാൽ, ഞാൻ കറിക്ക് ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അതിനുള്ള പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അത് പരിപ്പ് 2-3 വിസിലൊക്കെ വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ പല സ്ത്രീകളും എന്താണെന്നറിയാം, അവർക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. നമ്മൾ വിവാഹം കഴിയുന്നതിന് മുന്നേ പല കാര്യങ്ങളും അവർ മനസ്സിലിങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നീട് നടപ്പാക്കാം, കല്യാണം കഴിഞ്ഞാൽ നമുക്കതൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഇന്ന പോലെയൊക്കെ ആവണം, അല്ലെങ്കിൽ ഇന്നതുപോലെയൊക്കെ ചെയ്യണം. പലർക്കും പല കഴിവുകളൊക്കെ ഉണ്ടാവും. പല സ്ത്രീകൾക്കും പല കഴിവുകളുണ്ടാവും. ചിലർക്ക് പാട്ട് പാടാൻ അറിയും, ചിലർക്ക് ഡാൻസ് ചെയ്യാൻ അറിയുണ്ടാവും. അവരൊക്കെ അത് മുന്നേ പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊക്കെ പോയി പഠിച്ചിട്ടൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് നല്ല മുന്നേറ്റുള്ള ആൾക്കാരും ഉണ്ടാവും, നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്തരം ചിലപ്പോൾ അവർ വിവാഹത്തിന് മുന്നേ ജോലിയൊന്നും ആയിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്കൊക്കെ പോകാമല്ലോ, അങ്ങനെയൊക്കെ പ്രതീക്ഷകളോടുകൂടിയിട്ടാവും പലരും ഓരോ ലൈഫിലേക്കും ചെന്ന് കയറുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരവസ്ഥയൊന്നും ആവില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ടോ ഒക്കെ നമുക്ക് അത്തരം നമ്മൾ എന്ത് പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊന്നും പിന്നീട് നമുക്ക് നടപ്പാക്കാൻ സാധിക്കാതെ പോകും. നമ്മളെ സാഹചര്യങ്ങളെ കൊണ്ടാവാം, ചുറ്റുപാടുകളെ കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വന്നിട്ട് നമ്മൾ വിചാരിച്ച പോലെ അത് മുന്നോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ കുടുംബിനികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടായി, അവിടുത്തെ ആൾക്കാരായി, നമ്മുടെ സാഹചര്യങ്ങൾ മാറി. നമ്മുടെ വീട്ടിലത്തെ സാഹചര്യമൊന്നും ആവില്ല ഒരിക്കലും നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിൽ. വളരെ കുറച്ച് ആൾക്കാർക്കൊക്കെ മാത്രമാണ് അത്തരം അതുപോലത്തെ സാഹചര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ബാക്കി ഉള്ള ഒരുവിധ ആൾക്കാർക്കും നമ്മൾ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സാഹചര്യങ്ങളാവും നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലത്ത്. അപ്പോൾ നമ്മൾ ആ സാഹചര്യമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ്, നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും മാറ്റി വെക്കപ്പെടേണ്ടി വരാറുണ്ട്. ഇപ്പോഴുള്ള ആൾക്കാർക്കായാലും മുന്നത്തെ ജനറേഷനിലുള്ളവരായാലും ഒക്കെ ചില ആൾക്കാർക്ക് വന്നു പോകുന്നത് കേട്ടോ, എല്ലാവർക്കും ഒന്നല്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരുപാട് മാറി. അവരൊക്കെ ആ സാഹചര്യം എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അതിനൊക്കെ എങ്ങനെ റിക്കവർ ആവാന്നൊക്കെ ചിന്തിച്ച് അവരൊക്കെ അവരുടെ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടൊക്കെ അവരൊക്കെ നല്ല നിലയ്ക്ക് എത്താനുണ്ട്. അവർ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ ജീവിച്ച് പോകുന്നവരുണ്ട്. പക്ഷെ വളരെ കുറച്ച് പേർക്കൊക്കെ നമ്മൾ അവരവർ വിചാരിച്ച പോലെ ഒന്നും നടക്കാതെ പോകുന്നവരും ഉണ്ട്.
അപ്പോഴൊക്കെ എന്താണ് വിവാഹം കഴിഞ്ഞാൽ ചിലർക്കൊക്കെ പെട്ടെന്ന് മക്കളായി, പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് അവരെ നോക്കാനും അങ്ങനെ അങ്ങനെ നമ്മുടെ സമയം കുറേ ആ ഒരു വഴിക്ക് മാറ്റി വെക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയും നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു കാര്യത്തിലോട്ടൊന്നും, അല്ലെങ്കിൽ നമുക്കൊരു ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ചിലർക്ക് ഡാൻസ് പഠിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ ജോലിയൊന്നും, അല്ലെങ്കിൽ അവർക്കൊരു ഡാൻസ് സ്കൂൾ തുടങ്ങാം, അല്ലെങ്കിൽ കുറച്ച് കുട്ടികളെയൊക്കെ നൃത്തം പഠിപ്പിക്കാം, അങ്ങനെയൊക്കെ പല എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വഴി അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നടക്കാതെ പോവാറാണ് അധികം സംഭവിക്കാറ്. പക്ഷെ നമ്മൾ എന്താണെന്ന് പറയുക, നമുക്കൊരു അവസരങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അപ്പൊക്കെ വിചാരിച്ചു ഒന്നും ആവാൻ സാധിച്ചില്ല, അങ്ങനെയൊക്കെ കഴിഞ്ഞാലും പിന്നെ പലരും എന്താണ് ഇനിയിപ്പോൾ അവരോട് ഹസ്ബൻഡിനോടായാലും നമ്മുടെ പിന്നെ വീട്ടുകാരോട് പിന്നെ അതെങ്ങനെ പറയും, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പം പല വീട്ടമ്മമാരും അല്ലെങ്കിൽ പല കുട്ടികളും പല സ്ത്രീകളും എന്ന് പറയാം, പല സ്ത്രീകളും അത്തരം ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കുകയാണ് ചെയ്യാറുള്ളത്. ആരോടും പറയില്ല, അവരവരുടെ മനസ്സിലിങ്ങനെ അത് അവിടെ കൂട്ടി വെക്കും, ആരോടത്തും അത് പറയില്ല. അപ്പോൾ നമുക്ക് ചിലർക്കൊക്കെ അങ്ങനെയും സംഭവിക്കാറുണ്ട് കേട്ടോ, പറയാത്തതിൻ്റെ പുറത്ത്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണ്ടേ, എന്നെങ്കിലല്ലേ അറിയുള്ളൂ, നീയൊന്നും പറയാതിരുന്നിട്ടല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നീട് കുറേ കാലങ്ങളൊക്കെ കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. അപ്പം അവരെന്താണ് ഇത് ഇനി നമുക്ക് എന്തെങ്കിലും സാധിക്കുമോ അല്ലെങ്കിൽ അത് അവർ നടത്തി തരുമോ നടക്കുമോ എന്നുള്ളതൊന്നുമല്ല. നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും അത്തരം നമുക്കൊരു ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമുക്ക് അതിന് ഇത്തരം കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിൽ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എന്ന് പറയാം, അതൊക്കെ നമ്മൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണം. അതൊക്കെ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞെങ്കിൽ അവരുടെ വായിൽ നിന്ന് തന്നെ പറഞ്ഞു കേൾക്കുമ്പോഴല്ലേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ പിന്നെ കുറേ ആൾക്കാർ ഇതാണ് ഇനിയിപ്പോൾ അത് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നൊരു സ്വന്തം തീരുമാനങ്ങൾ എടുത്തിട്ടാണ്. പക്ഷെ പലരും എന്താണെന്ന് അറിയാം, അത്തരം സമ്മതിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. സാഹചര്യം പോലെയല്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് അങ്ങനെ എന്താഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കണം. നടക്കുമോ നടക്കില്ലേ എന്നുള്ളത് പിന്നത്തെ കാര്യം. നമുക്കൊരാഗ്രഹം ഉണ്ടെന്നുള്ള അവർക്കും അറിയണ്ടേ. സാഹചര്യങ്ങളില്ലാതെ പോകാൻ പറ്റാതിരിക്കുന്നതൊക്കെ വേറെ വശങ്ങൾ. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താണോ അത് മറ്റുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തെങ്കിലും നമ്മളത് പറഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ വീട്ടുകാർക്കൊന്നും താല്പര്യം ഇല്ലെങ്കിലും കൂടി ചിലപ്പോൾ ഹസ്ബൻഡിന് താല്പര്യം ഉണ്ടെങ്കിൽ ചില സാഹചര്യം കൊണ്ടൊക്കെ നമുക്കൊരു ജോലിക്ക് പോകണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ബിസിനസ് ചെയ്യണോ, അതിനൊക്കെ പലർക്കും പല ഐഡിയ ആവില്ലേ. അപ്പോൾ സ്ത്രീകളെ പറഞ്ഞിട്ട് ആരും മോശക്കാരൊന്നുമല്ല, എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളും കാഴ്ചകളും കഴിവുകളും ഒക്കെ ഉണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ മോശമൊന്നുമല്ല, അവർക്കും അവരുടേതായ ഒരുപാട് ഐഡിയാസ് ഉണ്ട്, കഴിവുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ കഴിവുകളൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുമാതിരി മറ്റവരെന്ത് പറയും എന്ന് വിചാരിച്ചിട്ടൊന്നും പറയാതിരിക്കരുത്. നമ്മൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കില്ല എന്നൊക്കെ പിന്നത്തെ കാര്യം. നമ്മളെന്തായാലും നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തെങ്കിലും അത് പറഞ്ഞിരിക്കണം. അങ്ങനെ അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇതൊക്കെ തുറന്ന് പറയാതെ മനസ്സിൽ തന്നെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നും എന്താണ് മറ്റുള്ളവരോടുള്ള അത് ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ വെറുപ്പായിട്ടോ അവരെന്നെ ഒന്നിനും സമ്മതിച്ചില്ലല്ലോ അല്ലെങ്കിൽ അവർ അതിനെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് കുറേ കഴിയുമ്പോൾ നമ്മൾ ഏതാൾക്കാർക്കാണെങ്കിലും ഇതൊക്കെ മനസ്സിലിരിക്കുമ്പോൾ എന്താണെന്നറിയോ, കുറേ കഴിയുമ്പോൾ അതൊക്കെ ഏതെങ്കിലും രൂപത്തിലൊക്കെ പുറത്ത് വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ അതൊന്നൊരു വിഷയമോ പ്രശ്നങ്ങളോ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നടന്നാലും നടന്നില്ലെങ്കിൽ നമ്മൾ പറയണമെന്ന് പറയണത്. പിന്നെ കുടുംബജീവിതത്തിനകത്ത് നമ്മൾ കുറേ കഴിയുമ്പോഴാണ് മറ്റുള്ളവരുടെയൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് എനിക്കും ആവാമായിരുന്നു അല്ലെങ്കിൽ എനിക്കും അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നമുക്ക് മറ്റുള്ളവരുടെ അടുത്തെന്ന് പറയേണ്ട നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ നമുക്ക് ചെറിയ ദേഷ്യങ്ങളൊക്കെ തോന്നാനുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും തുറന്ന് പറയാത്തത് കൊണ്ടാണ് കുറേ കുടുംബജീവിതത്തിനകത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും താല്പര്യങ്ങളോ മോഹങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സാധിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തെങ്കിലും പറഞ്ഞിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സാധിക്കുമോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. ചിലപ്പോൾ നമ്മുടെ കഴിവോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ സമ്മതിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പല സ്ത്രീകളോടും സുഖാണോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് കുടുംബജീവിതം എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിശേഷമായിട്ടൊക്കെ നമ്മൾ പലരോടും തിരക്കാറുണ്ട് അല്ലേ. നമ്മൾ കാര്യമായിട്ട് ആരെ കണ്ടാലും നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്, സുഖല്ലേ, എങ്ങനെയുണ്ട്,
പിന്നെ കുറച്ച് അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും എന്ന് മാത്രം. അപ്പം അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. ചിലരോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുക അല്ലേ. അവർക്കൊരു താല്പര്യമുള്ള പോലെയോ അല്ലെങ്കിൽ അതൊരു ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും അവർ ആ ലൈഫ് ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം പോലെയൊന്നും അവർ സംസാരിക്കില്ല. പിന്നെ ചിലരോട് ചോദിച്ചാൽ പറയും, മടുത്തു, ജീവിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ ഇല്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ. പലരും പല പോലെയാണ്, പല സാഹചര്യം കൊണ്ടായിരിക്കാം പലരും അതുപോലെയൊക്കെ പറയണത്. എന്നാലും സന്തോഷം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് പലരും അങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരവരുടെ ലൈഫിൽ തൃപ്തരാണോ, എങ്ങനെയൊക്കെ പോകുന്നു, തൃപ്തി ഒന്നും അവർക്ക് അത്ര ഉണ്ടാവില്ല, പക്ഷെ എങ്ങനെയൊക്കെ അവർ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചില അധികം ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, അവർ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നുണ്ടാവുക. എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകണം. ചിലരോട് പറയും മടുത്തു, ഇനി ഒരു നിമിഷം ജീവിക്കണം എന്നുള്ള ആഗ്രഹമില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈഫ് വേണം തന്നെയില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവർ പറ്റും തീർത്തും അതിൽ തൃപ്തരല്ലാത്തതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ സംസാരിക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പം അത്തരം അതൃപ്തികളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അവനവൻ വിചാരിച്ചതുപോലെയുള്ള ഒരു ബന്ധങ്ങളല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവനവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട്, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും വന്നു പോണത്. പലരുടെയും മനസ്സിൽ അത് എങ്ങനെ പുറത്തേക്ക് പറയണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അവർ അത്തരം വാക്കുകളിലൂടെയൊക്കെ അത് പ്രതിഫലിപ്പിക്കുന്നു എന്ന് മാത്രം. അതൊക്കെ അവനവൻ്റെ ആഗ്രഹങ്ങളെ മൂടി വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരം സ്ത്രീകളത് ആ രൂപത്തിലാണത് പറയണത്. എന്നാൽ അവരെല്ലാതും ആരോടെങ്കിലും തുറന്നു പറയുമോ? അതും പറയില്ല. എല്ലാവരും മനസ്സിലിങ്ങനെ അടുക്കി വെച്ചിരിക്കും. ഇത്തരം ചില വാക്കുകൾ മാത്രമാണ് അവർ പുറത്ത് പറയുക. എന്താണ് കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹാപ്പി അല്ലാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ പറയുമോ? അത് പറയുമില്ല. എന്താ കാര്യം പറയണ്ടേ? അപ്പോഴല്ലേ മറ്റുള്ളവർ അവരുടെ കൂടെയുള്ള ആരാണെങ്കിലും അവർക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ലൈഫ് തന്നെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കൂടെ നിൽക്കുന്നവരടുത്ത് നമ്മൾ തീർച്ചയായിട്ടും പറയണം. ഇത് കുറേ എന്തെങ്കിലുമൊക്കെ കുറച്ച് ആർക്കും മനസ്സിലാവാത്ത രൂപത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുറച്ച് പറയും, വ്യക്തമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ചും സംസാരിക്കില്ല. എന്നാൽ മറ്റുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു അവജ്ഞയും വെറുപ്പൊക്കെ തോന്നുന്ന മാതിരിയുള്ള കാര്യങ്ങളും ആവും. അപ്പോൾ അവരോട് കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് ഏതാണെന്നൊന്നും ചോദിക്കാനും പോവില്ല. ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവൾക്ക് എന്തിൻ്റെ കേടാന്ന് തന്നെയാണ് പലരും അതിനെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലെന്ത് വരുന്നു അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പറയുന്നേ, അതന്നെ അതിനുള്ള മാർഗങ്ങളുള്ളൂ. പകുതി മനസ്സിൽ വെച്ചിട്ട് എന്തെങ്കിലും പുറത്തേക്ക് പകുതി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യം ഇത്രയൊക്കെ അവസാനിപ്പിക്കാം കേട്ടോ. ഞാൻ കറികളൊക്കെ ഉണ്ടാക്കട്ടെ. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം.